ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് ആണ്. അവരിപ്പോൾ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് രഹസ്യമായിട്ട് എന്ത് ചിന്തിക്കുന്നു, അവരുടെ തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത് ഹിഡൻ ഫീലിങ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും രഹസ്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഹിഡൻ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നൈറ്റ് ഓഫ് വൺസ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു നല്ല ഗുഡ് പേഴ്സൻ്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെടുന്നു, പക്ഷെ അതുപോലെ തന്നെ അവർ ഒരു കൂളാകുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു ദുഷ്ടനൊന്നുമല്ല, പെട്ടെന്ന് തന്നെ തണുക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതക്കാരൻ. അതുപോലെ തന്നെ പിണക്കങ്ങൾ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇവർ ഒത്തിരി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ തനിക്ക് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കിട്ടണം, തനിക്ക് റെസ്പെക്റ്റ് കിട്ടണം, തനിക്ക് സ്നേഹം കിട്ടണം, അത്ര ഒത്തിരി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഒരു 4 പേര് കൂടുന്ന എവിടെ ചെന്ന് നിന്നാലും അവർക്കൊരു ഇമ്പോർട്ടൻസ് അവിടെ കിട്ടണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ല ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ നല്ലതാണ്, ഞാൻ മികച്ചതാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ കുറച്ച് ഒരു ആ കൂട്ടത്തിൽ കുറച്ചൊരു നിഷ്കളങ്കത കൂടി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവരത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. തീക്ഷ്ണമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ മനോഹരമായിട്ടുള്ള ഒരു മൂമെന്റ്സ് ഒക്കെ ഉണ്ടാകും. ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദ ആ ഒരു പേഴ്സണെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഫുള്ളി പോസിറ്റീവായിട്ടിരിക്കുക. ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ പീരീഡിന് ശേഷം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആ അത്തരത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് നിങ്ങളെ അവർ അത്രയധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണം, ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് അവർക്ക് വേണം എന്നും അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടാരോട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിനെ കുറിച്ചോ ഇത്തരം കാര്യങ്ങളൊന്നും അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങളുടെ പേഴ്സൺ. ഒരു ചിന്ത ഉള്ളിൽ നിന്നുണ്ടാവുന്നുണ്ട്. സോൾമേറ്റ് പോലെ എന്തോ ഒരു പ്രത്യേകതരമായ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്തത് എന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നു. അതായത് എന്തോ ഒരു പവർ നിങ്ങളിലേക്ക് അവരെ വലിച്ചടിപ്പിക്കുന്നു, അത് അവർക്ക് ഫീൽ ചെയ്യുന്നു. അല്ലാതെ ടാരോട്സിനെ കുറിച്ചോ അങ്ങനെയൊന്നും അറിയുന്ന ഒരു വ്യക്തിയല്ല. അതുപോലെ തന്നെ മെമ്മറീസ് ഒരിക്കലും അവർക്ക് മറക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെ മെമ്മറീസ് ഒരിക്കലും മറക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ ചിന്തിച്ച് അവർ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്. എന്തോ ഒരു പവർ ഉണ്ട്, നമ്മളെ തമ്മിൽ ഇങ്ങനെ അടുപ്പിക്കുന്ന എന്തോ ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാർമിക് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. സോ എവിടെ പോയാലും തിരിച്ച് ഇതിലേക്ക് തന്നെ വരും അവരും നിങ്ങളും. അത് അത്തരത്തിലുള്ള എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ഡിവൈൻ പവർ അവരെ നിങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. വളരെ ഒരു അട്രാക്ഷൻ തോന്നുന്നു നിങ്ങളോട് ഈ ഒരു സമയത്ത്, ഈ ഒരു പേഴ്സൺ.
അപ്പൊ അവരിപ്പോൾ ഒരു പ്ലാനിങ്ങിലാണ്, എങ്ങനെ നിങ്ങളിലേക്ക് എത്തണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ജേർണിയിലാണ് ഈ ഒരു പേഴ്സൺ. ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളിലേക്ക് എത്താനൊരു പ്ലാനിങ് അവർക്കുണ്ട്. ഹൃദയം നിറഞ്ഞ് തുളുമ്പുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അത്രയ്ക്കൊരു സ്നേഹം നിങ്ങളോട് അവർക്കുണ്ട്. ആ ഒരു സ്നേഹം വ്യക്തമായി കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ ആ ഒരു സ്നേഹവുമായി നിങ്ങളിലേക്ക് വരാന് അവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ വരുത്തി വെച്ചത് ഈ ഒരു പേഴ്സൺ തന്നെയാണ്. ഒരു പേഴ്സൺ മുൻകൈ എടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹം അതിന്റെ ഒരു ഇരട്ടിയാക്കി നിങ്ങളിലേക്ക് തരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട്. താൻ കാണിച്ചു പോയ കാര്യങ്ങളൊന്നും അത്ര ശരിയായ കാര്യങ്ങളല്ല, വളരെ മോശമായി പോയി എന്നൊക്കെ ഓർത്ത് അവർ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഫിസിക്കലി നിങ്ങളെ അവരൊത്തിരി ആഗ്രഹിക്കുന്നു എന്നൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു കുട്ടികളെയായിട്ടുള്ള കാര്യമല്ല, അത്രയധികം കാര്യമായി ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് തന്നെയാണ് ഈ വ്യക്തി. എനർജി പറയുമ്പോൾ വേഗം നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് വരാനായിട്ട് അല്ലെങ്കിൽ ഒരു കോള്, ഒരു മെസ്സേജിനൊക്കെ ഉള്ളൊരു സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. ചിലർക്കത് ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ഈ പേഴ്സൺ. കോണ്ടാക്ട് കിട്ടാത്തവർക്ക് എത്രയും വേഗം കിട്ടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള എന്തോ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു ജോബോ അങ്ങനെ എന്തോ ഒരു നേട്ടം അവർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഫാമിലി മെമ്പർ ആയിട്ട് തന്നെയാണ് നിങ്ങളെ അവർ കാണുന്നത്. അതായത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ ചില ആളുകൾക്ക് കുട്ടികൾ വഴി അവർ നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കരുതുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു സാമീപ്യം അവർ അത്രയധികം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ നിങ്ങളെ അവരായിട്ട് നഷ്ടപ്പെടുത്തിയതിനു ശേഷം അവരിപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴികൾ തേടുകയാണ്. അത് അവരുടെ കർമ്മയുടെ ഒരു ഫലം തന്നെയാണ്. അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ തെറ്റുകൾ കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്ന് അവര് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു കാര്യത്തിൽ പോലും അവര് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല എന്നതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അവരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇതെല്ലാം വന്നത്, എന്നാലേ ഈ ഒരു സെപ്പറേഷന് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ മോശമാണ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു എനർജി നമുക്ക് കിട്ടുന്നതേ ഇല്ല. വളരെ ഒരു തെറ്റാണ് താൻ ചെയ്തത് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരു റെസ്പെക്ട് കലർന്ന നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് അവർക്കിപ്പോൾ തോന്നുന്നത്. വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ അത് അവിടെ തീർന്നു, ഇനി എല്ലാം നന്നായിട്ട് തന്നെ തുടങ്ങണം. അതിനു വേണ്ടിയിട്ട് കാര്യമായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ കാര്യമായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവരോട് ക്ഷമിക്കാം. കാരണം അത്രയും കാര്യമായിട്ട് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. തെറ്റ് പറ്റാത്ത മനുഷ്യരില്ലല്ലോ. അപ്പൊ അവര് മനസ്സിലാക്കുന്നുണ്ട്, വീണ്ടും പഴയതിലും നന്നായി തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. അവരൊരു ഇന്നസെന്റ് ആണ്. അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സ് തീർച്ചയായിട്ടും നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മകളും തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു സമയം അവർക്കില്ല. എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങളിൽ നിന്ന് അവരെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ്. വളരെയധികം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് സ്നേഹം തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റ് ആയിട്ട് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള ഒത്തിരി ആളുകളെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ എബ്രോഡുള്ള വ്യക്തിയോ അല്ലെങ്കിൽ അകലെയൊക്കെ ഉള്ള വ്യക്തികളാകാം. അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു പെട്ടെന്നൊരു സർപ്രൈസ് തന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ടൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡിസിഷൻസ് ഒക്കെ അവർ എടുക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ കൺമുന്നിൽ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു റീസ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിന് ഉണ്ടാകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ടും എടുത്തു പറയാനായിട്ട് പറ്റുന്നത് ഇവർ നിങ്ങളെ ഫിസിക്കലായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളോടൊരു വലിയൊരു അട്രാക്ഷൻ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് തോന്നുകയാണ്. വളരെ ഒത്തിരി നാളത്തെ ഒരു സെപ്പറേഷന് ശേഷമാണെങ്കിൽ കൂടി ഇവർക്ക് ഇപ്പോൾ നിങ്ങളെ മറക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് മറക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. മെമ്മറീസ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇത്രയും സമയം ഈ ഒരു ഡിസ്റ്റൻസിൽ അവർ അതിന് വേണ്ടിയിട്ടാണ് പരമാവധി ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ല ഓർമ്മകൾ വേണ്ടാന്ന് വെച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ അവർ
പരമാവധി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് പറ്റാത്തത് കൊണ്ട് അവർ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു ജേർണിയിൽ തന്നെയാണ് അവർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഓക്കെ, അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് ഈ ഒരു സമയത്ത് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൂമെന്റ് യു ലീവ്. ഓക്കെ, ഏത് സമയത്താണോ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, ആ ഒരു സമയം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. Okay, I am very lucky to have you in my life. I am counting the hours and days until I can meet you again. Love you. Okay, അപ്പോൾ നമ്മൾ റീഡിങ് കണ്ടത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അവേഴ്സും ഡേയ്സും ഒക്കെ അവർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടിയതിൽ ആ ഒരു വ്യക്തി വളരെ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് എന്നുകൂടി അവർ ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. I never loved anyone as much as I love you. ഓക്കെ, അവർ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഒരാളെയും ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി. ഓക്കെ, എന്നോട് ക്ഷമിക്കണം. ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. കുറച്ച് കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, അവർക്ക് ഈ ഒരു ടാരോട്ടോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ട്വിൻ ഫ്ലെയിം ആണോ സോൾമേറ്റ് ആണോ അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് നിങ്ങളോട് പറയുകയാണ്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഞാൻ ഒരിക്കലും എൻ്റെ പ്രോബ്ലംസ് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ ഈ ഒരു സോൾ മെസ്സേജിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സോൾ മെസ്സേജസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ചൊരു ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ്. നമുക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. 1990 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 44 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെസ് പോസിബിൾ എന്നുള്ള ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഒരു കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് റീയൂണിയൻ ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും അത് പോസിബിൾ ആണ് എന്നുള്ളൊരു ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്പർ 34 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത് കിട്ടുന്നുണ്ട്. നമ്പർ 1 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ 1988 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 26 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 25 കിട്ടുന്നുണ്ട്. ചോക്ലേറ്റ് ലവർ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. 35 നമ്പർ 35 കിട്ടുന്നുണ്ട്. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 46 കിട്ടുന്നുണ്ട്. 29 2004 pet lover. Number 53 acting. 1976 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 30 പോലീസ്. പെയിന്റിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.